നമസ്കാരം. എന്റെ പേര് അനഘ. ഇപ്പോ ഓൾറെഡി മാം പറഞ്ഞ പോലെ, സിന്ധു മാഡം പറഞ്ഞ പോലെ ഞാനൊരു ലൈഫ് കോച്ച് ആണ്. ഇപ്പൊ പലർക്കും അറിയത്തില്ല എന്താണ് ഒരു ലൈഫ് കോച്ച്, അല്ലെങ്കിൽ എന്താണ് ഒരു ലൈഫ് കോച്ച് ചെയ്യുന്നത് എന്നതിനെ പറ്റി അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നിട്ട് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ലൈഫ് കോച്ച് എന്ന് വെച്ചാൽ, ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ജീവിതം. അപ്പം ജീവിതത്തിന് എങ്ങനെ ജീവിതം മെച്ചപ്പെടുത്താം എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ് ലൈഫ് കോച്ച്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾ എവിടെയാണോ എത്താൻ ആഗ്രഹിക്കുന്നത് അവിടേക്ക് എത്താൻ ഒരു വഴികാട്ടി, ഒരു ഗൈഡൻസ്, സപ്പോർട്ട് അതൊക്കെ തരുന്ന ഒരു ആളാണ് ലൈഫ് കോച്ച്. ഞാൻ പ്രധാനമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ, അതുപോലെ കരിയർ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പർപ്പസ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, അതെന്താന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നടക്കുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ അച്ഛനമ്മമാര്, മീൻസ് പേരന്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രഗ്നൻസി, ഇങ്ങനത്തെ സമയത്തൊക്കെ ഉണ്ടാവുന്ന സ്ട്രെസ്, ആങ്സൈറ്റി, അതുപോലെ പൊതുവെ തന്നെയുള്ള നമ്മുടെ പലതരത്തിലുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കുക. അതുപോലെ ഒരു സെക്കൻഡ്. ഓക്കെ. അതുപോലെ ഓവറോൾ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നവർക്കും എല്ലാം ഞാൻ സെഷൻ എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോ ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ത്രീകള് പുരുഷന്മാര് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലൈഫിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഭാര്യ ഭർത്തൃബന്ധം മാത്രമല്ല, ഈവൻ നമ്മുടെ കുടുംബങ്ങളിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു പ്രവർത്തകനെയൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് കഴിയും എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമതായിട്ട്, ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പൊ അത് കേട്ടിട്ട് എന്താ പറയാ, അതിനെ ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രം വിചാരിച്ചാൽ മതി. അതുപോലെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുക. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പൊട്ടത്തരായിട്ട് തോന്നാം. അപ്പൊ അതങ്ങനെ ഒരു ജഡ്ജ്മെന്റിൽ ഇരിക്കാതിരിക്കുക. ഓക്കെ, ഇത് എന്താ പറയുക, ഒരു മുൻവിധിയോടുകൂടി ഇരിക്കാതിരിക്കുക. അപ്പൊ അതുപോലെ ഞാൻ പറയുന്ന ആണുങ്ങൾ ഇങ്ങനെയാണ്, പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എല്ലാ ആണുങ്ങളും അങ്ങനെയാണ്, അല്ലെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് എന്നല്ല. ഓക്കെ, ഇപ്പോ മലയാളികൾ പിശുക്കന്മാരാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികളും പിശുക്കന്മാരല്ലല്ലോ. അതുപോലെ തന്നെ എല്ലാ കാര്യവും ജനറലൈസ്ഡ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. നമ്മൾ വളർന്നു വന്ന സാഹചര്യവും നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ കണ്ടു വളർന്ന കാര്യങ്ങൾ, ചിന്താഗതി ഒക്കെ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം. എന്നാലും ഞാനൊരു പൊതുവായ സ്വഭാവമാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ഫിസിക്കലി ഉള്ള വ്യത്യാസത്തെ പറ്റിയാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും 1-2 പോയിന്റ് പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട്, ആണുങ്ങൾക്ക് അവരുടെ അപ്പർ ബോഡി സ്ട്രെങ്ത്, മസിലിന്റെ ഒക്കെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ള ആളുകൾ ആണ് ആണുങ്ങൾ എന്ന് പറയുന്നത്, കമ്പയർഡ് ടു പെണ്ണുങ്ങൾ. അപ്പൊ പെണ്ണുങ്ങൾക്ക് അവരുടെ ശരീരത്തിൽ ഫാറ്റ് ആണ് ആണുങ്ങളെക്കാളും കൂടുതലുള്ളത്, എന്നാൽ ആണുങ്ങൾക്ക് മസിൽസ് ആണ് കൂടുതലുള്ളത്. ഇപ്പൊ പല ഫാമിലീസിലും പലരും സ്ത്രീകളെ കളിയാക്കാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് ആരോഗ്യം ഇല്ലേ, അത് ഇത്രയും ചെറിയ സാധനം പോലും നിനക്ക് പൊക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കുന്ന കണ്ടിട്ടുണ്ട് പല ഭർത്താക്കന്മാരും. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത് നമ്മളെ അങ്ങനെയാണ് സൃഷ്ടിച്ചേക്കുന്നത്. ആണുങ്ങളുടെ ഡ്യൂട്ടി പല റോളുകളിൽ പെടുന്ന കാര്യങ്ങളാണ് ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ, കഠിനമായ കാര്യങ്ങൾ ചെയ്യാൻ ആണുങ്ങളുടെ ശരീരത്തിനാണ് ആ കേപ്പബിലിറ്റി ഉള്ളത്. സ്ത്രീകളുടെ നമ്മൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താനും ജന്മം കൊടുക്കാനും വേണ്ടി നമ്മളുടെ റോൾ അതാണ് സ്ത്രീകളുടെ. അപ്പൊ ആ സ്ത്രീകൾക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. ഒരു കുഞ്ഞിന് അമ്മയുടെ ബോഡിയിൽ ചേർന്ന് കിടക്കുമ്പോൾ ആ സോഫ്റ്റ്നെസ്സും ആ സുഖവും ഫീൽ ചെയ്യും അച്ഛൻ്റെതിനേക്കാളും. അത് അമ്മയുടെ ശരീരമാണ് കൂടുതൽ ഫാറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആരോഗ്യം വേറൊരു വിഷയം തന്നെയാണ്, അതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. എന്നാലും മസിൽ കൂടുതൽ, അല്ലെങ്കിൽ കൂടുതൽ അപ്പർ ബോഡി സ്ട്രെങ്ത് ആണുങ്ങൾക്കാണ്, പെണ്ണുങ്ങളുടെ ശരീരം കൂടുതൽ ഫാറ്റ് കൊണ്ട് നിറഞ്ഞതാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എഗെയിൻ നിങ്ങൾക്കറിയാം, സ്ത്രീകൾക്ക് പ്രഗ്നൻസി, പീരിയഡ്സ് പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോ മൂഡ് സ്വിങ്സിനെ പറ്റി നിങ്ങൾക്കറിയാം അല്ലെ. ഇപ്പോ 365 ദിവസവും ഒരു സ്ത്രീക്ക് ഒരേപോലെ ഇരിക്കാൻ പറ്റത്തില്ല.
ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഒരു ഓവുലേഷൻ പീരീഡ് ഉണ്ട്, പീരിയഡ്സിന്റെ സമയമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഓരോ സമയത്തും ഓരോ മാനസികാവസ്ഥയിലൂടെയാണ് ഒരു സ്ത്രീ കടന്നു പോകുന്നത്. അപ്പോ ഇന്നത്തെ നമ്മുടെ സമൂഹത്തില് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒരുമിച്ച് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പെണ്ണും ആണും ഒരേ പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരു മാസം എല്ലാ ദിവസവും ഒരുപോലെ വർക്ക് ചെയ്യണം എന്നാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സമൂഹം എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ സ്ത്രീകളുടെ ശരീരം അതിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നല്ല. നമ്മൾ ഒരു മാസത്തിൽ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം. ആ ഒരു കാര്യം പല സ്ത്രീകൾ പോലും ഓക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് ഓവറായിട്ട് പണിയെടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ശരീരത്തിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. സോ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കിനി മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങളിലേക്ക് കടക്കാം. നമ്മളുടെ ബ്രെയിൻ തന്നെയാണ് അടുത്തൊരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോ ചില പ്രൊഫഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇതില് സ്ത്രീകൾ പൊതുവെ കുറവാണ് അല്ലെ? അതുപോലെ ഇപ്പോ നഴ്സിംഗ്, ടീച്ചിങ് മുതലായ പ്രൊഫഷനിൽ ഏത് ജെൻഡർ ആണ് കൂടുതലായിട്ടുള്ളത്? നിങ്ങൾക്ക് തന്നെ ഒന്നിച്ചു നോക്കാം അല്ലെ? സ്ത്രീകളാണ് കൂടുതലുള്ളത്. അപ്പൊ ഇതുപോലെ എന്താ പറയാ, ആ ഒരു വ്യത്യാസം ആ ജോലിയുടെ സ്വഭാവം കൊണ്ട് എന്തുകൊണ്ടാണ് അതിൽ ആ ഒരു വ്യത്യാസം വരുന്നത്? കൂടുതലായിട്ട് ഒരു ജെൻഡർ ഈ തരത്തിലുള്ള ജോലികളിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? അത് നമ്മളുടെ ബ്രെയിൻ തന്നെയാണ്. ആണുങ്ങളുടെ ബ്രെയിനിന് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്, ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ കുറച്ചും കൂടി സ്ട്രെസ് ഒക്കെ താങ്ങാൻ പറ്റുന്ന കാര്യങ്ങള്, ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങള്, ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആണുങ്ങളുടെ ബ്രെയിനിനുണ്ട്. എന്നാൽ നേരെ മറിച്ച് പെണ്ണുങ്ങളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതലും കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരായിട്ടുള്ള ഇടപെടല്, റിലേഷൻഷിപ്പ്, അതുപോലെ മൾട്ടി ടാസ്കിങ്, ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്യുക, അതുപോലെ പ്രിസിഷൻ ഉള്ള ജോലികള്, മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ജോലികള്, അതുപോലെ സ്ട്രെയിൻ എടുത്തുള്ള ജോലികൾ. ഇപ്പൊ അടുക്കള പണിയൊക്കെ നോക്കുകയാണെങ്കിൽ അതില് ഒത്തിരി സ്ട്രെസ് അല്ല, മറിച്ച് സ്ട്രെയിൻ ആണ്. കുറെ നേരം നിൽക്കുക, കുറെ നേരം അരയ്ക്കുക, അങ്ങനത്തെ ജോലികളാണ് സ്ത്രീകൾ ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ രീതി കൊണ്ട് തന്നെയാണ്. ഇപ്പോ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പെൺപിള്ളേരാണ് എപ്പോഴും മിക്ക ക്ലാസ്സിലും ഫസ്റ്റ് ഒക്കെ വരാറുള്ളത് അല്ലെ? പലരും ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്, ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് പെൺപിള്ളേരാ, പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ വലിയ വലിയ പൊസിഷനിൽ എത്തി സയന്റിസ്റ്റുകളൊക്കെ ആവുന്നത് ആണുങ്ങളാണ്. എന്തുകൊണ്ടാണ്? കാരണം സ്ത്രീകളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് മെമ്മറി ഭയങ്കരമായിട്ട് ഉള്ള ഒരു ബ്രെയിൻ ആണ് സ്ത്രീകളുടെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ലോജിക്ക്, ടെക്നിക്കൽ കാര്യങ്ങളിലൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോ പലരും ഭാര്യമാരെയൊക്കെ നീ ഇത്ര പൊട്ടിയാണോ, ഇത് എനിക്ക് ചെയ്യാൻ അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ അറിയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കളിയാക്കുന്ന, എന്റെ ഹസ്ബൻഡ് പോലും എന്നെ കളിയാക്കാറുണ്ട് പല കാര്യത്തിനും. അപ്പം നമ്മളുടെ ഒരു പ്രധാനമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം ഡ്രൈവിംഗ്. സ്ത്രീകൾ വളരെ മോശം ഡ്രൈവേഴ്സ് ആണെന്ന് പൊതുവേ ഉള്ളൊരു സംസാരമുണ്ട് അല്ലെ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആണുങ്ങളുടെ ബ്രെയിനിലാണ് നാവിഗേഷൻ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോഴാണ് സ്ത്രീകൾക്ക് ഏറ്റവും പേടി വരുന്നത്. കാരണം അവർക്ക് ആ ഒരു സ്ട്രെസ്, ഡേഞ്ചറിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി സ്ത്രീകളുടെ ബ്രെയിനിന് കുറവാണ്. അപ്പൊ ഈ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉള്ള ആളുകൾ എന്തുകൊണ്ടാണ്, നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ ഡ്രൈവ് ചെയ്യാൻ ഇത്തിരി മോശമായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള വയറിംഗ് പണിയോ പ്ലംബിംഗ് പണിയിലോ ഒക്കെ അത്രയും സ്മാർട്ട് അല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മൂന്നാമതായിട്ട് കൾച്ചർ, സൊസൈറ്റി, അതുപോലെ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വളർന്നു വന്ന സാഹചര്യം, ഇതൊക്കെ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഓരോ റോളുകൾ, ജെൻഡർ റോൾസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, സ്ത്രീ എന്ത് ചെയ്യണം, പുരുഷൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളെ സമൂഹവും വീട്ടുകാരും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തലയിലേക്ക് കയറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് ആണുങ്ങളോട് പറയും ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്ന് പറയാറുണ്ട് ചില വീടുകളില്. അതുപോലെ പെൺകുട്ടികളോട് പറയാറുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കേ, അവൻ ആൺകുട്ടിയല്ലേ നീ അഡ്ജസ്റ്റ് ചെയ്യ എന്ന് പറയും. അല്ലെങ്കിൽ ആൺകുട്ടികളോടാണെങ്കിൽ അച്ഛനെ സഹായിക്കുക, വയറിങ് പഠിക്കുക, പ്ലംബിങ് പഠിക്കുക. പെൺകുട്ടികളോടാണെങ്കിൽ അടുക്കള പണി പഠിക്കുക, അല്ലെങ്കിൽ പാത്രം കഴുകി വെക്കുക. അങ്ങനത്തെ വീട്ടുകാര്യങ്ങളായിരിക്കും ഏൽപ്പിക്കുക. ഇപ്പൊ ഒരു ആൺകുട്ടി അവന്റെ മുറി വൃത്തികേടാക്കിയിരുന്നാലും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പെൺകുട്ടികളെ അവരോട് പറയും പെൺകുട്ടികളുടെ റൂം എന്ന് പറഞ്ഞാൽ അടുക്കി പെറുക്കി വെച്ചേക്കണം, എല്ലാം വൃത്തിയായിട്ട് വേണം ഇതാക്കാൻ. അപ്പൊ ആൺകുട്ടി ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് കറങ്ങാൻ പോയാൽ അതുപോലെ അല്ല പെൺകുട്ടി കറങ്ങാൻ പോകുമ്പോൾ
എടുക്കുന്നത് അല്ലെ. അപ്പൊ അതുപോലെ ആണുങ്ങൾക്ക് പൊതുവെ സംസാരിക്കുമ്പോൾ ഉള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്? ന്യൂസ്, പൊളിറ്റിക്സ്, അല്ലെങ്കിൽ എന്താണ് സ്പോർട്സ് അല്ലെ. പെണ്ണുങ്ങളുടെ ഒരു സംസാരം എന്തൊക്കെയാണ് പലരും പറയാ? എല്ലാരും എക്സ്പെക്ട് ചെയ്യുന്നത് പെൺകുട്ടികളാണെങ്കിൽ അസൂയയും കുശുമ്പും നോണയും കൊതിയും ഇങ്ങനത്തെ കാര്യങ്ങളാണ് പെണ്ണുങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്നാണ് പൊതുവെ എല്ലാരും പറയുക അല്ലെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നത്. പെണ്ണുങ്ങൾ ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത്. പെൺകുട്ടികളെ പലപ്പോഴും അവരുടെ സൗന്ദര്യം സംരക്ഷിക്കാൻ പറയും. മുടി നോക്കണം, മുഖം നല്ലതായിട്ട് നോക്കണം, അത് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. കാരണം നമ്മളെ ഇതുപോലെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു. നാളെ ഒരു വീട്ടിൽ ചെന്നാൽ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലാണ്. ആണുങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി നിനക്ക് വേണം, നിനക്ക് ജോലി വേണം, നല്ല ശമ്പളം വേണം, ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് നോക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് വേണം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും തലയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ്, ഇതാണ് നിന്റെ ഡ്യൂട്ടി, ഇതാണ് നിന്റെ ഡ്യൂട്ടി എന്ന് പറയും. അപ്പൊ അങ്ങനെ സമൂഹവും നമുക്ക് കുറെ കൺസെപ്റ്റ്സ് തരുന്നത്. അതനുസരിച്ചും നമ്മളുടെ ബ്രെയിൻ അതുപോലെ തന്നെയാണ് പല കാര്യത്തിലും പെരുമാറുന്നത്. ഒരു കുഞ്ഞു ബ്രേക്ക്, ഇച്ചിരി വെള്ളം എടുക്കണം. ഓക്കെ. അപ്പോ നമ്മളുടെ ഈ ഫിസിക്കൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, ബ്രെയിനുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ നമ്മുടെ സമൂഹവും പേരൻസും ഒക്കെ നമ്മളെ പറഞ്ഞു തരുന്നതിന്റെ ഒക്കെ ബേസിൽ ആണെങ്കിലും പെണ്ണുങ്ങളും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളാണ്. ഓരോ ജീവിത സാഹചര്യങ്ങളിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ചിന്താഗതിയും ഒക്കെ ഭയങ്കരമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പ്രശ്നം വരുന്ന ഒരു കേസ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാണ് എങ്ങനെ ഡീൽ ചെയ്യുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ, ആ പ്രശ്നം ഒരാണാണെങ്കിൽ അവർക്കത് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാനാണ് ഇഷ്ടം. അഥവാ ആരുടെയെങ്കിലും ഉപദേശം വേണമെങ്കിൽ അവർക്ക് അവരെ സഹായിക്കാൻ കെൽപ്പുണ്ട് എന്ന് തോന്നുന്ന ഒരു വ്യക്തിയോട് മാത്രമേ അവര് സഹായം ചോദിക്കുകയുള്ളൂ. അല്ലാതെ എല്ലാവരോടും അവരവരുടെ പ്രശ്നം പറഞ്ഞു നടക്കാറില്ല. അതുപോലെ ചില സമയത്ത് അവർക്ക് ആ പ്രശ്നത്തെ പറ്റി കൂടുതൽ ചിന്തിക്കണമെങ്കിൽ അവർക്കൊരു സ്പേസ് വേണം. അവർക്കൊന്ന് മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് അതിനെപ്പറ്റി ചിന്തിച്ച് അനലൈസ് ചെയ്ത് അതിന്റെ സൊല്യൂഷനിലോട്ട് എത്തുന്നതാണ് അവർക്ക് പൊതുവെ ഇഷ്ടം. എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല. അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ആരോടെങ്കിലും അത് പറയണം. അതിന്റെ സൊല്യൂഷൻ ഒന്നും അല്ല അവരുടെ പ്രശ്നം. അതിന്റെ സൊല്യൂഷൻ അവർ തന്നെ കണ്ടുപിടിക്കോ എന്താണ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അത് ആരോടെങ്കിലും പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് പറയാൻ പറ്റാത്തപ്പോഴാണ് പലരും സ്ട്രെസ് ആവുന്നത്. ഇപ്പൊ ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ ഒരുപാട് പേർക്ക് തൈറോയിഡ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് വരുന്നത്? ഇപ്പൊ എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് ജോലിയില്ലല്ലോ, നിങ്ങൾക്ക് എന്ത് സ്ട്രെസ്സാണ്, പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഇങ്ങനെ തൈറോയിഡും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്? ബിക്കോസ് അവര് വീട്ടില് ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും അവരുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ ആരും ഉണ്ടാവത്തില്ല. അതാണ് അവർക്ക് ഏറ്റവും വലിയ സ്ട്രെസ്. അപ്പൊ സ്ത്രീകൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത് എന്ന് വെച്ചാൽ, പണ്ട് കാലം തൊട്ട്, അതായത് നമ്മൾ ആദിമ കാലം തൊട്ട് എന്ന് പറയും, കേവ് പീരീഡ് തൊട്ട് ആ ഒരു കുഞ്ഞൊരു ഹിസ്റ്ററിയിലോട്ടൊന്ന് പോവാണ്. അപ്പൊ പണ്ട് കാലത്ത് ആണുങ്ങൾ പുറത്തു പോയി വേട്ടയാടി ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്തിട്ടാണ് കുടുംബം നോക്കുക. പെണ്ണുങ്ങള് വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുക, അടുക്കള കാര്യങ്ങൾ നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ആണുങ്ങൾ പുറത്തു പോകുന്നത് കാരണം അവർ ടൂൾസ് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും, ടൂൾസ് ഉപയോഗിക്കേണ്ടി വരുന്നു. അതുപോലെ ഡേഞ്ചർ, എല്ലാ ദിവസവും അവർ ഡേഞ്ചർ കാണേണ്ടി വരുന്നു, പല ഡേഞ്ചർ സിറ്റുവേഷനിൽ കടന്നു പോകുന്നു. അതുപോലെ അവർക്ക് ചിലപ്പം ഷെയർ ചെയ്യാനൊന്നും ആരും ഉണ്ടാവത്തില്ല. അവര് തന്നെയാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത്. അങ്ങനെ അവര് തന്നെ അത് സൊല്യൂഷൻ കണ്ടെത്തുമ്പോഴാണ് അവർക്ക് സന്തോഷമാവുന്നത്. അങ്ങനെയാണ് ആണുങ്ങളുടെ ലൈഫ്. എന്നാൽ നേരെ മറിച്ച് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അവര് കുട്ടികളുടെയും അല്ലെങ്കിൽ വീട്ടുകാരുടെയും ഒക്കെ കൂടെ, അയൽക്കാരുടെ കൂടെ സംസാരിച്ച് വീട്ടുകാര്യങ്ങൾ നോക്കി. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവർ മനുഷ്യരുമായിട്ടാണ് കൂടുതൽ ഇടപെടുന്നത്, മറ്റു മനുഷ്യരുമായിട്ട്, അല്ലെങ്കിൽ മനുഷ്യരെ കെയർ ചെയ്യുന്ന ജോലിയാണ് അവർക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു വ്യത്യാസം കൊണ്ട് തന്നെയാണ് പെണ്ണുങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, മറ്റുള്ളവരോട് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവരെ കേട്ടിരിക്കാൻ ഒരാൾ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആശ്വാസം. അങ്ങനെ ഒരാൾ ഇല്ലാതാവുമ്പോഴാണ് പലർക്കും ഭയങ്കര വിഷമവും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്.
അപ്പൊ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് അതിന് സൊല്യൂഷൻ അല്ല വേണ്ടത്, ഇൻസ്റ്റെഡ് അത് കേട്ടിരിക്കുന്ന ഒരാളാണ്. പലപ്പോഴും ഇത് പെണ്ണുങ്ങൾ അവരുടെ പ്രശ്നമായിട്ട് വരുമ്പോ ഭർത്താവ് എന്നാ നീ അങ്ങനെ ഇങ്ങനെ ചെയ്തൊക്കെ പറയും. അപ്പൊ അതല്ല അവർക്ക് വേണ്ടത്, ആ ഉപദേശമല്ല അവർക്ക് വേണ്ടത്, മറിച്ച് ജസ്റ്റ് ഒന്ന് അവരെ കേട്ടിരുന്നാൽ മതി. അതുപോലെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നത് പോലും. ആണുങ്ങൾ അങ്ങനെയല്ല, അവർക്ക് മാറിയിരുന്ന് ചിന്തിക്കണം. ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെല്ലാ സാഹചര്യവും പ്രോസും കോൺസും ഒക്കെ അനലൈസ് ചെയ്തായിരിക്കും ചിലപ്പോൾ അവർ സൊല്യൂഷനിൽ എത്തുന്നത്. എന്നാൽ പെണ്ണുങ്ങൾ അങ്ങനെയല്ല, അവർക്ക് സംസാരിക്കുമ്പോഴാണ് ക്ലാരിറ്റിയും ഉത്തരവും ഒക്കെ കിട്ടുന്നത്. അപ്പൊ അതാണ് ഒരു പ്രശ്നം വരുമ്പോൾ ഉള്ള ഒരു വലിയൊരു വ്യത്യാസം. ഇത് തന്നെ ഒരു ഫാമിലിയുടെ സെറ്റപ്പിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഭർത്താവ് വീട്ടിലേക്ക് വൈകിട്ട് വന്നു ഒരു പ്രശ്നമായിട്ടാണ് വന്നതെങ്കിൽ സ്ത്രീകൾക്ക് ഈ ആളുകളുടെ മുഖത്തെ മൈക്രോ എക്സ്പ്രഷൻസ് വായിക്കാൻ പറ്റും. അവരറിഞ്ഞോ അറിയാതെ അവരത് ശ്രദ്ധിക്കുന്നുണ്ട്. ഭർത്താവിന്റെ മുഖത്ത് ഒന്ന് ഡെസ്പായിട്ടിരുന്ന, അല്ലെങ്കിൽ ഒരു ചെറിയതായിട്ടെങ്കിലും ഒരു എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ ഒരു കുഞ്ഞു വ്യത്യാസം ഇന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും, എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ പക്ഷെ ആണുങ്ങൾ അത് ഒരിക്കലും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല. അവര് വിചാരിക്കും ഇതെനിക്ക് ഒറ്റയ്ക്ക് ഷെയർ ചെയ്യണം ഇതെനിക്ക് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത. രണ്ടാമത്തെ ചിന്ത, എന്റെ ഭാര്യയോട് ഇത് പറഞ്ഞാൽ അവർക്ക് ഈ സ്ട്രെസ് താങ്ങാൻ പറ്റത്തില്ല എന്നുള്ളതായിരിക്കും അവരുടെ അടുത്ത ചിന്ത. അതുപോലെ ഭാര്യയോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പൊ പിന്നെ ഞാൻ അവളോട് പറയുന്നത് ഒന്നുമില്ല എന്ന് പറയും. പക്ഷെ ഭാര്യ അവിടെ നിന്ന് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. അയ്യോ ഇതായിരിക്കോ പ്രശ്നം, അതായിരിക്കോ പ്രശ്നം, മറ്റേതായിരിക്കോ പ്രശ്നം. അങ്ങനെ ഒരു എന്താ പറയാ, ഭാര്യയെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ്. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ ഭർത്താവിനോട് പറയും. പിന്നെ ഭർത്താവ് എന്താ എന്നോട് എല്ലാ പ്രശ്നവും ഷെയർ ചെയ്യാത്തത് എന്നുള്ളത് അവരെ ഭയങ്കരമായിട്ട്, അപ്പൊ എന്നെ ഇഷ്ടമല്ല എന്ന് വരെ അതിലോട്ട് എത്തും. ഇങ്ങനെയാണ് പല വഴക്കുകളും കുടുംബങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അടുത്തൊരു വ്യത്യാസം ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ തന്നെ ഉണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി. ആണുങ്ങൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ ടു ദ പോയിന്റ് ആയിട്ട് ആ വേണ്ട കാര്യത്തിൽ വേണ്ട പോലെ മാത്രമായിരിക്കും സംസാരിക്കും. ഒന്നും പറയാനില്ലെങ്കിൽ മിണ്ടാതിരിക്കും. സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും പറയുന്നത്, എനിക്ക് വേണ്ട, എനിക്ക് വേണം എന്നുള്ളതായിരിക്കും മിക്കവാറും ആണുങ്ങൾ അങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വളരെ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. എനിക്കിത് വേണോ എന്ന് ചോദിച്ചോ, വേണ്ട എന്ന് പറയും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ വേണം എന്നായിരിക്കും. അപ്പൊ ഇത് തന്നെ ഒരു വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ എന്റെ ഒരു ക്ലയന്റിന്റെ എക്സാമ്പിളോട് കൂടി തന്നെ ഞാൻ പറയാം. ഒരിക്കൽ എന്റെ ഒരു ക്ലയന്റ്, ഒരു ലേഡി വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയാണ്, എന്റെ ഭർത്താവ് എന്നോട് ചോദിച്ചു ആളുടെ പഴയ കാമുകിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരത്തിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ചെയ്യരുത് എന്നാണ്. പക്ഷെ പുള്ളിക്കാരി ഭർത്താവിനോട് പറഞ്ഞു ചേട്ടന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. എന്നിട്ട് ആള് അതുപോലെ വിഷ് അയച്ചു. എന്നിട്ട് ആൾ എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞാൻ അയാളോട് അയച്ചു എന്ന് പറഞ്ഞു, എന്ന് വെച്ചാൽ ആളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനല്ലേ പറയണ്ടേ, ചേട്ടൻ എനിക്ക് ഇഷ്ടമല്ല എന്നല്ലേ അപ്പൊ പറയേണ്ടത്. ചേട്ടന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ചേട്ടന്റെ ഇഷ്ടമല്ലേ ചെയ്യത്തുള്ളൂ. അപ്പൊ അതുപോലെയാണ്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് സ്ത്രീകൾ മനസ്സിലൊന്നും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഭർത്താവ് അത് അറിഞ്ഞു പെരുമാറണം, എന്റെ ഉള്ളിൽ എന്താന്ന് ആൾ അറിഞ്ഞുകൂടെ എന്നുള്ളതാണ്. അപ്പം എനിക്ക് ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് ആണ്, ആണുങ്ങൾക്കെന്നല്ല ആർക്കും മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് വായിക്കാനുള്ള കഴിവുണ്ടാവത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് അവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവല്ല. ഇൻസ്റ്റെഡ് അവരുടെ മുഖത്തെ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് വായിക്കാനുള്ള കഴിവാണ് നിങ്ങൾക്കുള്ളത്. അവരുടെ മുഖം മാറുന്നതും അവരുടെ രീതികൾ മാറുന്നതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അവരുടെ മനസ്സിൽ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരത്തില്ല. അപ്പൊ ആർക്കും ആരുടെയും മനസ്സ് വായിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിവതും സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുക. ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇത് പറഞ്ഞിട്ട് അത് ചെയ്യാത്ത എന്താ എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. പിന്നെ സ്ത്രീകൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു പ്രധാന കാരണം അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ അതും നമ്മളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വന്നിരിക്കുന്നതാണ്. നീ ഒരു നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ല അമ്മ അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് നിന്നെ ഇട്ടിട്ട് പോവും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ നല്ല പോലെ കുക്കിംഗ് അറിഞ്ഞിരിക്കണം, അതറിഞ്ഞിരിക്കണം, ഇതറിഞ്ഞിരിക്കണം, ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ അറിയണം എന്നൊക്കെ പറഞ്ഞു വിടുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഭർത്താവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം പറയാൻ ഭാര്യയ്ക്ക് പേടിയാണ്. അപ്പൊ എനിക്കൊരു സാരി വേണം എന്ന് പറയുമ്പോൾ പോലും പലർക്കും ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ, അത് ഇച്ചിരി അധികപ്പറ്റാണോ ഞാനത് ചോദിക്കുന്നത്, അത് ഞാൻ അർഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ട്. ഞാനത് ചോദിച്ചാൽ എന്നോട് ഇഷ്ടക്കേട് വരുമോ? അതുപോലെ തന്നെയാണ് അവർ ഓപ്പൺ ആയിട്ട് പല കാര്യങ്ങളും അഭിപ്രായം പറയാത്തത് പോലും അതുകൊണ്ട് തന്നെയാണ്.
എനിക്ക് എന്നെ വെറുത്തു പോവോ എന്റെ ഭർത്താവ്, എനിക്കിത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് എന്നെ ഇഷ്ടപ്പെടാതാവോ എന്നുള്ള ആ ഒരു ഭയം കൊണ്ടാണ് പലരും ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. കഴിവതും ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. പക്ഷെ അഥവാ ഇനി ആരെങ്കിലുമൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവർ ഇന്ന റീസൺ കൊണ്ടാണ് അവരങ്ങനെയാണ്. അപ്പൊ അടുത്തൊരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് വാല്യൂ കൊടുക്കുന്ന കാര്യങ്ങൾ. ആണുങ്ങൾ എന്തിനാണ് വാല്യൂ കൊടുക്കുന്നത്, പെണ്ണുങ്ങൾ എന്തിനാണ് വാല്യൂ കൊടുക്കുന്നതെന്ന്. ഇപ്പൊ ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആണിൽ നിന്ന് സമൂഹം എക്സ്പെക്ട് ചെയ്യുന്നത് കുടുംബം നോക്കുക, സാമ്പത്തിക കാര്യങ്ങൾ, സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക, വീട്ടിലേക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കാര്യങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ്. അസറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി, വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും ആണുങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എന്നാൽ മറിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് റിലേഷൻഷിപ്പുകളാണ്, സംസാരിക്കുക, മറ്റുള്ളവരായിട്ടുള്ള ബന്ധങ്ങള്, അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് ഇമ്പോർട്ടന്റ്. അപ്പോ ഇപ്പം എന്താ പറയാ, പൊതുവെ തന്നെ ഈ ഒരു വ്യത്യാസത്തിൽ നിന്ന് നമുക്ക് അപ്പൊ ഈ ഒരു വ്യത്യാസം നമുക്ക് പല കാര്യങ്ങളിലും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും കംപ്ലൈന്റ് പറയാറുണ്ട്, എന്റെ ഭർത്താവ് ജോലി മാത്രമേ ശ്രദ്ധയുള്ളൂ, അല്ലെ കാശിന്റെ കാര്യം മാത്രമേ ഉള്ളൂ, ഭയങ്കര പിശുക്കനാ എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. അവർക്ക് പൈസ ഇമ്പോർട്ടന്റ് ആണ്. അത് അവർക്ക് ഒരു കാര്യത്തിന് വേണ്ടി ചെലവാക്കുമ്പോൾ അത് അത്രയും എമൗണ്ടിന് വെർത്താണോ എന്ന് അവർക്ക് അറിയണം. സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇഷ്ടപ്പെട്ടു, അതിന് ഭംഗിയുണ്ട്, ചിലപ്പോൾ അതിന് ഇച്ചിരി വില കൂടുതലായിരിക്കും, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരിഷ്ടപ്പെട്ടതല്ലേ, ഇച്ചിരി വില കൂടിയാലും വാങ്ങിച്ചു കൊടുക്കാം. ആ റിലേഷൻ ആണ് സ്ത്രീ അവിടെ കൺസിഡർ ചെയ്യുന്നത്. ആണുങ്ങളാണെങ്കിൽ അവിടെ പ്യൂർ ആയിട്ടും ആ സാധനത്തിന് ആ വില ഉണ്ടോ എന്നുള്ള ഒരു ലോജിക്കലായിട്ടായിരിക്കും ആണുങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇതും ഒരു പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസമാണ്. അടുത്തത് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആണുങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണുങ്ങൾ കരയാൻ പാടില്ല എന്ന് അവരോട് പഠിപ്പിച്ചേക്കുന്നത് കൊണ്ട് തന്നെ അവർ കുഞ്ഞിനാളില് തൊട്ട് കരയാൻ പാടില്ല, അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒന്നും വേറെ ആരും അറിയിക്കരുത്, അറിയിച്ചാൽ അത് മോശമാണ് എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ അവര് എന്താ പറയാ എപ്പോഴും വളരെ കുറച്ചായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ റഫ് ആൻഡ് ടഫ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. നേരെ മറിച്ച് സ്ത്രീകളാണെങ്കിൽ പൊതുവെ പറയുന്ന എല്ലാവരും ഭയങ്കര ഡ്രാമയാണ്, നിസ്സാര കാര്യത്തിനൊക്കെ കിടന്ന കരച്ചിലാണ്. പല ഹസ്ബൻഡ്സും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയാണ്, ഇത്രയും കുഞ്ഞു കാര്യത്തിനൊക്കെ അറിയുന്ന എന്നും കരച്ചിലാണ്, അത് കാണുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തോന്നും, അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. അപ്പം ആ സ്ത്രീകളുടെ നേച്ചറാണ് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാന്നുള്ളത്. അവരുടെ ഉള്ളിൽ കിടന്നാലാണ് അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ കരയാൻ തോന്നിയാൽ അവർക്ക് കരയണം, ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി അവർക്ക് എന്ത് കാര്യമാണെങ്കിലും, അവരുടെ ജീവിതത്തിൽ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്ത് കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായാലും അവർക്കത് എക്സ്പ്രസ് ചെയ്യണം മറ്റുള്ളവരോട്. അപ്പൊ അത് അവർ എക്സ്പ്രസ് ചെയ്യുന്ന പല രീതിയിലും ആയിരിക്കും. ഇപ്പൊ ആണുങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഡ്രാമയാണെന്ന് തോന്നിപ്പോവും. അതുപോലെ സ്ത്രീകൾക്ക് ഈ എക്സ്പ്രഷന്റെ കേസിൽ തന്നെ ഇപ്പൊ പലരും കരയുമ്പോൾ, എന്റെ അച്ഛനൊക്കെ കുഞ്ഞിലെ ആണെങ്കിൽ ഞാനൊക്കെ കരയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരിടത്ത് വീണതിന് ചിലപ്പോൾ നമ്മളെ വഴക്ക് പറയത്തില്ല, പക്ഷെ അവിടെ നിന്ന് കരഞ്ഞാൽ പറയും, ഓ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അതിന് ചിലപ്പോൾ വഴക്ക് പറയും. ഇപ്പൊ വീഴുന്നതിനേക്കാളും പ്രശ്നമാണ് അച്ഛനൊക്കെ കരയുന്നത് കാണുന്നത്. അപ്പൊ കരയാൻ പാടില്ല, ഇത്രയും കാര്യത്തിന് കരയുന്നത്, ഈ ഒരു ചോദ്യമാണ് സ്ത്രീകൾക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നത്. കരയുന്ന എന്തിനാ, ഇത്രയും നിസ്സാര കാര്യത്തിന് കരയുന്ന എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം. ബിക്കോസ് സ്ത്രീകൾക്ക് എത്ര കുഞ്ഞു കാര്യമാണെങ്കിലും അതിൽ എന്താ പറയാ, അവർ എക്സ്പ്രസ് ചെയ്യുന്നതാണ് അവരുടെ രീതി. ഇത് നിങ്ങൾ കരയാൻ പാടില്ല എന്ന് പറയുന്നതാണ് അവരെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ഇനി അടുത്ത വ്യത്യാസം, സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ സ്നേഹം എങ്ങനെയാണ് അവർക്ക് വേണ്ടത് എന്നുള്ളതും സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ അതിന്റെ ഒരു മെയിനായിട്ട് ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവരെ സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നത് അവരെ അവരായിട്ട് തന്നെ അംഗീകരിക്കുമ്പോഴാണ്. അവരെ മാറ്റാൻ, അവരുടെ ഭാര്യ അവരെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്നെ ഇങ്ങനെ തന്നെ ഇഷ്ടപ്പെടാൻ പറ്റണം എന്നുള്ളതാണ് ആണുങ്ങളുടെ ലോജിക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ മാറ്റിയാൽ മതി, പ്രശ്നം ഇല്ലെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ആണുങ്ങളുടെ ഒരു
അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഞാൻ രാജാവായി എന്ന് തോന്നുന്നത്. അപ്പൊ ശരിക്കും ആണുങ്ങൾക്ക് വേണ്ടത് അവരുടെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ മുന്നിൽ ഒരു ഹീറോ ആവുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവരുടെ എഫേർട്സിനെ മനസ്സിലാക്കുക, മറ്റുള്ളവർ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതാണ് അവർക്ക് ഒരുപാട് സന്തോഷം തരുന്നത്. പക്ഷെ നേരെ മറിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് സന്തോഷം കിട്ടുന്നത് അവരെ ഒരുപാട് കെയർ ചെയ്യുകയും മനസ്സിലാക്കുകയും അവർക്ക് വിഷമം വരുവാണെങ്കിൽ അതിനെ കുറ്റപ്പെടുത്താതെ അവർ കരയുമ്പോഴൊക്കെ അവരെ ആശ്വസിപ്പിക്കുകയും കൂടെ ഇരിക്കുകയും അങ്ങനെയുള്ളൊരു രീതിയിലാണ്. അതുപോലെ സ്ത്രീകൾക്ക് എപ്പോഴും ഞാൻ തന്നെ എന്റെ ഹസ്ബൻഡിനോട് ഒരു 10,000 വട്ടം ചോദിക്കും, എന്നെ ഇഷ്ടമാണോ, എന്നെ ഇഷ്ടമാണോ, ഇപ്പോഴും ഇഷ്ടമാണോ എന്ന് എപ്പോഴും ചോദിക്കും. അതിന്റെ ഓരോ വഴക്കും ഓരോ പ്രശ്നം കഴിയുമ്പോഴും ഞാൻ ചിലപ്പോൾ ചോദിക്കും, ഇപ്പോഴും ഇഷ്ടമാണോ, ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആ സ്നേഹം കുറഞ്ഞു പോവോ എന്നുള്ള ഒരു ഭയങ്കര ഒരു ഭയം പൊതുവെ ആണുങ്ങൾക്കും ഉണ്ട് ഈ പ്രശ്നം. പക്ഷെ അത് ഇത്ര ചോദിക്കാറില്ല. പക്ഷെ സ്ത്രീകൾ ഒരു 10,000 വട്ടം ചിലപ്പോൾ ചോദിക്കും. അപ്പൊ ആ ഒരു റീഅഷുറൻസ് എപ്പോഴും എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നതിന്റെ അവസ്ഥ കാര്യം എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടും ആ എക്സ്പ്രസ് ചെയ്യുന്നതാണ്, അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യം അവര് 100ാമത്തെ വട്ടം ചോദിക്കുമ്പോഴും നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് സ്നേഹം എന്ന് പറയുന്നത് അതാണ്. അതുപോലെ ആണുങ്ങളെ സംബന്ധിച്ച് ഇപ്പം പലപ്പോഴും ഫിസിക്കലായിട്ടുള്ള ഒരു അവരുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ പോലും അവർക്ക് ഫിസിക്കലി സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്ത്രീകൾക്ക് അത് ഒരിക്കലും പറ്റത്തില്ല. അവരുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ അവർക്ക് ഫിസിക്കലി പറ്റത്തില്ല. അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാതെ അവർക്ക് ആ ഒരു ഫിസിക്കൽ സ്നേഹത്തിലേക്ക് അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത്. ഇതിലും കൂടുതൽ വ്യത്യാസങ്ങളുണ്ട് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ. പക്ഷെ നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും കാര്യങ്ങളായിട്ട് പറയാം. അപ്പൊ ഓവറോൾ പറയാനാണെങ്കിൽ പലപ്പോഴും നമ്മൾ കുടുംബങ്ങളിൽ ആണുങ്ങളെയൊക്കെ നമുക്ക് അവര് ഭയങ്കര സെൽഫിഷ് ആണ്, അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവർക്ക് പൈസയാണ് അവരുടെ തലയിൽ മൊത്തം, അല്ലെങ്കിൽ ജോലിക്കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് അവർക്ക് ബുദ്ധിയാണ്, അല്ലെങ്കിൽ അവരുടെ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആണ്, അതുപോലെ ഈഗോ ആണ് ഭയങ്കരമായിട്ട് തോന്നാറുണ്ട്. ആണുങ്ങൾക്ക് ഭയങ്കര ഈഗോ ആണ് എന്നൊക്കെ പൊതുവെ ഉള്ള കംപ്ലൈന്റുകളാണ്. അതുപോലെ പെണ്ണുങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ബുദ്ധിയില്ല, അല്ലെങ്കിൽ ഫുൾ ടൈം ഗോസിപ്പാണ്, അപ്പുറത്തെ ഇവിടുത്തെ വീട്ടിലെ കാര്യം അന്വേഷണം നടക്കുകയാണ്, അല്ലെങ്കിൽ സൗന്ദര്യം, സാരി, ഓർണമെന്റ്സ് ഇതിനോടൊക്കെയാണ് ഫുൾ ടൈം താല്പര്യം, അതുപോലെ ദൂർത്താണ്, അതുപോലെ ശക്തിയില്ല. ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റ്സ് ആണ് സ്ത്രീകളെ പറ്റി എപ്പോഴും വരുന്നത്. ഈ വ്യത്യാസങ്ങൾ, ഈ കുറ്റങ്ങളൊക്കെ വരുന്നത് ഇത് നമ്മുടെ ജെൻഡറിന്റെ വ്യത്യാസങ്ങളാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇപ്പം ഒരു സ്ത്രീ ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്നത്, ഓർണമെന്റ്സ് ഇടാനൊക്കെ ആഗ്രഹിക്കുന്നത്, ശരിക്കും അവരുടെ സന്തോഷം അതാണ്. ഒരു ആണിന് അസറ്റ്സ് ഉണ്ടാക്കാനും പൈസ സമ്പാദിക്കാനും ഒക്കെ താല്പര്യം വരുന്നത് അവരുടെ കോൺഫിഡൻസ് അതാണ്. അവരുടെ കാര്യം നോക്കിയിട്ടേ അവർക്ക് കുടുംബത്തിന്റെ കാര്യം നോക്കാൻ പറ്റത്തുള്ളൂ. അവരൊരു പ്രശ്നത്തിൽ നിന്ന് കടന്നാലേ അവർക്ക് കുടുംബത്തിനെ അതിൽ നിന്ന് കരകയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും അവരവരുടെ തലയിലുള്ള റോളും അവരവരുടെ ബുദ്ധിയുടെ ചിന്തകളുടെയും ഒക്കെ ഒരു വ്യത്യാസം കൊണ്ടാണ് ഈ പ്രധാനമായിട്ടും വരുന്നത്. ഇത് മനസ്സിലാക്കാത്തപ്പോൾ പല ഫാമിലീസിലും ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. പക്ഷെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പറയുമ്പോൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് വളർന്ന് വലിയ പ്രശ്നങ്ങളിലോട്ട് പോകുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ ആണുങ്ങളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാ ആണുങ്ങളും അങ്ങനെ അല്ല, എല്ലാ പെണ്ണുങ്ങളും ഇതുപോലെയും അല്ല. അതുപോലെ ഇന്നത്തെ സമൂഹത്തില് ഇപ്പൊ ഇന്നത്തെ സ്കൂള്, ഇന്നത്തെ രീതികളിൽ ഇപ്പൊ നമ്മൾ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത് എന്നൊരു വേർതിരിവുണ്ടായിരുന്നു കുടുംബങ്ങളിൽ. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ജോലി ചെയ്യുന്നു, രണ്ടുപേരും മക്കളെ നോക്കുന്നു, രണ്ടുപേരും കുക്കിംഗ് ചെയ്യുന്നു. അപ്പൊ ഇന്നതിന് കുറെ അധികം മാറ്റം വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ജെൻഡറിന്റെ ചിന്താഗതികളും എല്ലാം ഇന്ന് കുറച്ചും കൂടെ വ്യത്യാസം കുറവാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു 90s കിഡാണ്, 90കളുടെ വസന്തം എന്നൊക്കെ പറഞ്ഞാൽ ആ സാധനമാണ്. അപ്പൊ അതിനു മുന്നേ ഉള്ള കാലഘട്ടത്തിലും എന്റെ കാലഘട്ടത്തിലും ഒക്കെ ഇതുണ്ട്, ഈ ഒരു വ്യത്യാസങ്ങൾ നല്ലതായിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഇത് വളരെ പ്രസക്തമായ ഒരു ടോപ്പിക് ആണെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ പറയാനുള്ള എല്ലാ വ്യക്തികളും ഒരു കുറച്ച് ഫെമിനൈൻ ക്യാരക്ടേഴ്സും മാസ്കുലിൻ ക്യാരക്ടേഴ്സും ഉണ്ട്. നമ്മളെല്ലാവരും നമ്മളെ തന്നെ ഒരു അർദ്ധനാരീശ്വരനായിട്ട് കാണുക. നമുക്ക് പകുതി സ്ത്രീകളുടെ ക്വാളിറ്റിയും പകുതി പുരുഷന്മാരുടെ ക്വാളിറ്റിയും എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അപ്പൊ ആ ഒരു
അതിനെ ഒന്ന് റൈറ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് പോവാന്നുള്ളതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ പാർട്ട്ണർ അല്ലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള്, നമ്മുടെ മക്കള്, അവരെയൊക്കെ നമ്മളൊന്ന് അവരുടെ ജെൻഡറും കൂടെ ബേസ് ചെയ്ത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ലൈഫിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം, അഭിപ്രായങ്ങൾ. എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും മാമിനോട് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഇത്രയും സമയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളാണ്, പക്ഷെ അത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് താനും. അപ്പോൾ ഞാൻ പറയുമ്പോൾ നമ്മളത് അതിനെ കുറിച്ചിട്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത അനുഭവങ്ങളുമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളരെ മാമുമായിട്ട് ഷെയർ ചെയ്യാം, നമുക്ക് സമയമുണ്ട്. സ്ത്രീകളുടെ ചിന്താഗതിയെ കുറിച്ച് പറഞ്ഞതൊക്കെ ശരിക്കും നമ്മളെ സ്വയം കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് സ്വയം ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലാണ്. ശരിയാണ്, നമ്മളുടെ പൊതുവെയുള്ള നമ്മുടെ മാനസിക വ്യാപാരങ്ങളൊക്കെ അങ്ങനെ തന്നെയാ പോകുന്നത്. നമ്മളെ കുറിച്ച് പറയുന്ന പോലെ നമുക്ക് പലതും തോന്നിയത്. അതെ, നല്ല. പക്ഷെ ഇത് പരസ്പരം സ്ത്രീകളും പുരുഷന്മാരും അതങ്ങനെ മനസ്സിലാക്കുന്നില്ല. അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമ്മളുടെ ചിന്താഗതി ഇങ്ങനെയാണ്, നമ്മൾ പലതും ഇങ്ങനെ അവരെ മനസ്സിലാക്കട്ടെ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മുടെ ഒരു ഇതാണ്. പക്ഷെ അവര് വിചാരിക്കുന്നത് വേറെ രീതിയിലാണ്. ഇപ്പൊ രണ്ട് ഇതായതുകൊണ്ടായിരിക്കാം. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പൊ അവരത് പറയുമ്പോ ഓക്കെ നീ ഭയങ്കര സൗന്ദര്യത്തിന്റെ കേസാന്ന് വെച്ചു, നീ ഭയങ്കര സൗന്ദര്യത്തില് ഓവറാണ്, നിനക്ക് കുറച്ച് ശ്രദ്ധ എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു പെണ്ണാണ്, അത് എന്റെ നേച്ചറിലുള്ളതാണ്. ആദ്യം നിങ്ങൾ അതിൽ ഗിൽറ്റി ആവാതിരിക്കുക. ഞാൻ ഇങ്ങനെയാണല്ലോ, ഞാൻ മാറണമല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരുന്നത്. ആദ്യം നിങ്ങൾ തന്നെ അത് ഞാൻ അങ്ങനെയാണെന്ന് അംഗീകരിക്കുക. അതിനുശേഷം അവരോട് പറയാ. ആദ്യം ചിലപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും പിന്നീട് അതിനോട് പൊരുത്തപ്പെട്ടുള്ളൂ. ഡ്രൈവിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. എന്നാന്ന് ചോദിച്ചാല് നമ്മൾ എത്ര പ്രഗത്ഭരായിട്ട് ആണെങ്കിൽ എന്ന് പറഞ്ഞാലും എതിരെ ഒരു വലിയ വാഹനം വന്നു കഴിയുമ്പോൾ നമ്മൾ സ്ട്രക്കായി പോകും, എന്ത് ചെയ്യണമെന്നറിയാതെ. അത് സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിലേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ സ്ട്രക്കായി നിൽക്കുന്നത്. അതേ സമയത്ത് ഒരാണാണെങ്കിൽ അതെങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്ത് ഒരു അപകടം ഇല്ലാതെ രക്ഷപ്പെടും. പെൺകുട്ടികളെ സംബന്ധിച്ച് അതൊരു വലിയൊരു ബലഹീനത തന്നെയാണ് ഡ്രൈവിങ്ങിന്റെ പ്രശ്നം. അത് മാം പറഞ്ഞ സത്യം തന്നെയാണ്, ഞാനും ഒത്തിരി കേട്ടിട്ടുണ്ടത്. മേഡം ഒരു ഡൗട്ട്. ഇപ്പോഴത്തെ ന്യൂ കപ്പിൾസ് ഉണ്ടല്ലോ, അവര് ഇപ്പൊ ഡിവോഴ്സ് കേസൊക്കെ കൂടുതലല്ലേ ഈ കാലഘട്ടത്തിൽ? അതിന്റെ കാരണം എന്താണ്? ഡിവോഴ്സിന്റെ കേസ് പണ്ടത്തെ കപ്പിൾസിന്റെ കേസിലും ഡിവോഴ്സ് ചെയ്യേണ്ട ഒരുപാട് ആളുകളുണ്ട്, ഡിവോഴ്സ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ആളുകൾ അത് വേഗം ചെയ്യുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പരസ്പരം ചേരാത്തവർ അല്ലെങ്കിൽ പ്രശ്നമായിട്ടുള്ളവർ കണ്ടിന്യൂ വെറുതെ ഒരു കല്യാണം കഴിച്ചു പോയി എന്നുള്ളതിന്റെ പേരിന് അതിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. ചിലര് പിരിയേണ്ടവർ തന്നെ ആണ്. പിരിയുന്നത് ഒരു മോശം കാര്യമൊന്നും അല്ല. ചില കപ്പിൾസ് പിരിയേണ്ടത് തന്നെയാണ്. പക്ഷെ ചിലരുടെ കേസിൽ പിരിയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു റിലേഷൻഷിപ്പ് പോലും എന്റെ അറിവിലില്ല. അപ്പൊ പക്ഷെ നമ്മൾ ആ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ക്വിറ്റ് ചെയ്താൽ അവിടെ വെച്ച് തന്നെ നമ്മളത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ അപ്പോ അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ ഡിവോഴ്സുകൾ വരുന്നത്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് പരിഹരിക്കാൻ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് വന്ന് അത് ഓവർകം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. ആദ്യത്തെ കുറെ ഫൈറ്റുകളിൽ തന്നെ ഞങ്ങൾ പിരിയാണ് എന്ന് തീരുമാനിക്കുന്നതുകൊണ്ടായിരിക്കാം ഇന്ന് കൂടുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, കുറെ ആളുകൾ ഇന്ന് ഡിവോഴ്സ് എന്ന് പറയുന്നത് അത്ര വലിയൊരു മോശം കാര്യം അല്ലാതെ കാണുന്നത് കൊണ്ട് പലരും പിരിയുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഇന്ന് ധൈര്യമുണ്ട്.
അതും ഒരു ഫാക്ടർ. പണ്ടത്തെ പല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നും അതൊരു ധൈര്യമില്ല, അല്ലെങ്കിൽ അതൊരു മോശം കാര്യമാണെന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടും ഒക്കെയാണ് പണ്ട് പലരും സഹിച്ചും ഒക്കെ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. മാം വളരെ നല്ല സെഷനായിരുന്നു. എല്ലാം 100% ആപ്റ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുള്ളത്, മാം പൊതുവെ ഇപ്പൊ നമ്മുടെ എന്തൊരു ഗ്യാതറിങ്സിലും സ്പിരിച്വൽ ഒരു ഇത് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ അമ്പലത്തിലോ അങ്ങനെയൊക്കെ പോവാനായിട്ട് അവിടെയൊക്കെ കൂടുതലും, ഇപ്പൊ എന്റെ വീട്ടിലത്തെ സ്ഥിതി അങ്ങനെയാണ്. അപ്പോ അതെന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ആ ഒരു പോയിന്റ് ഒന്ന് അതും ഇതിൽ വരണം. എനിക്ക് ചോദ്യം ശരിക്കും മനസ്സിലായില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഭക്തിയിലോട്ട് തിരിയുന്നത് എന്തുകൊണ്ടാണെന്നാണോ ചോദിക്കുന്നത്? അമ്പലത്തിൽ സ്പിരിച്വൽ കാര്യങ്ങൾ കേൾക്കുക, അതിലൊക്കെ കൂടുതലും സ്ത്രീകളെയാണ് കൂടുതൽ കണ്ടേക്കുന്നത്. ഇപ്പൊ സപ്താഹത്തിനായ അത് ഞാൻ 2 പ്രാവശ്യം പോയാ എന്തിനപ്പത്ര അധികം പോണേ അങ്ങനെ. അപ്പൊ അതും സ്ത്രീകളുടെ ബ്രെയിനിന്റെ ആ ഒരു സൈഡാണോ, അതൊന്നും അറിയാമെന്ന് വിചാരിച്ചു. ശരിയാ, ഒരു കണക്കിന് അതും പറയാം. കാരണം വെച്ചാൽ ഇപ്പൊ നീ പറഞ്ഞ പോലെ നമ്മൾ സ്ത്രീകള് പുരുഷന്മാർ, അതിപ്പോ സ്ത്രീ പുരുഷ വ്യത്യാസം വെച്ചിട്ട് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് എക്സാക്ട് ആയിട്ട് അറിയത്തില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു കൂട്ടായ്മകളുടെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് സ്ത്രീകൾക്കാണ് ഒന്നും കൂടെ കാണുന്നത്. ഒരു കൂട്ടായ്മ വേണ്ടത് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ആണുങ്ങളും ഫ്രണ്ട്സും അവരൊക്കെ ഉണ്ട്, എന്നാൽ പോലും പെണ്ണുങ്ങൾക്ക് സംബന്ധിക്കാനുള്ള ഒരു അവസരം നോക്കി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും വീട്ടില് പറയാൻ പറ്റുന്നില്ല. വീട്ടില് ഇത് കേൾക്കാൻ ആളില്ലാത്തപ്പോഴൊക്കെ വേറെ എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ അവരുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കളയാൻ സ്ത്രീകൾക്ക് അമ്പലം അല്ലാതെ മറ്റൊരു ആശ്രയം നമുക്കിവിടെ ക്ലബ്ബുകളും പാർട്ടികളും ഒന്നും ഇല്ലല്ലോ. നമുക്ക് ആകെ ഉള്ളത് റിലീഫ് കിട്ടാനുള്ള ഒരു സ്ഥലം അമ്പലങ്ങളാണ്. പലരും ഭക്തിയിലോട്ട് തിരിയുന്നത് മറ്റൊരു കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതൊരു മോശം കാര്യമല്ല, ഭക്തിയും ഒരു നല്ലൊരു മാർഗം തന്നെയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? മാം ആദ്യമേ പറഞ്ഞതുപോലെ ഈ കുട്ടികളും എപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് എന്നെ ഇഷ്ടമുണ്ടോ മാം അത് പറഞ്ഞതുപോലെ ഹസ്ബൻഡിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോഴല്ലേ നമ്മളിങ്ങനെ ഇപ്പൊ സാധാരണ എന്റെ മോള് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഒരു മിനിറ്റിന് ഒരു 10 പ്രാവശ്യം ചോദിക്കാം, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമുണ്ടോ എപ്പോഴും. അപ്പൊ നമുക്കതിനെ നമുക്ക് ഓൾറെഡി നമുക്ക് ഇഷ്ടമാണല്ലോ. പക്ഷെ എപ്പോഴും കേൾക്കുന്നത് കുട്ടികൾക്കാണേലും നമുക്കാണേലും എല്ലാം ഒരുപോലെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അല്ലേ? അത് എന്തായിരിക്കും ഈ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ തന്നെ കുഞ്ഞിനോടെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് കളയും, എവിടെങ്കിലും കൊണ്ട് കളയും, അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും മീൻസ് എന്തെങ്കിലും ചെയ്യും എന്നുള്ള, അവരെ ഉപേക്ഷിക്കുമോ എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എപ്പോഴും സ്നേഹം കുറഞ്ഞു പോകുന്നോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ആയിരിക്കും മനസ്സിലുള്ള ഒരു പേടി തന്നെയാണ് അത്. വെച്ചാൽ അവരെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അവരെ കൊണ്ട് കളയും എന്നുള്ള, അവര് ഡിപ്പെൻഡന്റ് ആണല്ലോ. പേരൻസിനോട് കുഞ്ഞുങ്ങൾ എന്തായാലും ഡിപ്പെൻഡന്റ് ആണ്, അവർക്ക് സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ല. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അവരെ കളയോ എന്നുള്ളൊരു പേടി അവര് വരുന്നത് കൊണ്ടാണ് അവര് അങ്ങനെ ആവുന്നത്. നമ്മള് വീട്ടിലെ അറ്റ്മോസ്ഫിയർ, ഇപ്പം മാം ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ആരെങ്കിലും, ഈവൻ അപ്പൂപ്പനമ്മമാര് പോലും ചിലപ്പോ പിള്ളേരെ നീ കുരുത്തക്കേട് കാണിച്ചാൽ നിന്നെ ഞാൻ അവിടെ കൊണ്ടുവരണം, പരിഹാര പാഠശാല വിടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലൊരു പേടി വരും, ഞാൻ ഇന്ന പോലൊക്കെ ചെയ്തില്ലെങ്കിൽ അവരെന്നെ കളയും എന്നുള്ള ഒരു ചിന്ത അവർ വരും. അപ്പൊ അതിൽ നിന്നായിരിക്കാം ഈ ചോദ്യം വരുന്നത്. അതോ അവരെക്കാളും കൂടുതലും നമ്മൾ വേറൊരാളെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നലാണോ ഒന്നും അതായിരിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എന്നേക്കാൾ ഉപരി എന്റെ അല്ല, നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടാണേലും നമ്മുടെ കുട്ടികൾ ആരെങ്കിലും വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഈ ചോദ്യങ്ങൾ കൂടുന്ന ടൈം. സെൽഫിഷ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാവാം എന്ന് എനിക്കെപ്പോഴും, ഇപ്പൊ മാം അത് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്.
മറ്റുള്ളവരെ നമ്മളെക്കാളും ഇമ്പോർട്ടൻസ് അവരാണ് എന്നുള്ള ഒരു ചിന്താബോധം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാവാം ചിലപ്പോൾ ഈ ഒരു ചോദ്യം മിക്കവാറും കുട്ടികളൊക്കെ ചോദിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ചോദിക്കും, ഇഷ്ടമുണ്ടോ അമ്മയ്ക്ക്, എന്നെ ഇഷ്ടമുണ്ടോ, എന്നെ ഇഷ്ടമുണ്ടോ, ഇങ്ങനെ ചോദിക്കും. അപ്പൊ എനിക്കതങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. നമുക്കൊരു 10 മിനിറ്റും കൂടെ ടൈം ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു കുഞ്ഞൊരു ടോപ്പിക്കും കൂടെ പറയാം. വഴക്കുകൾ, നമ്മുടെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന വഴക്കുകൾ എങ്ങനെ, കുറച്ച് അതിനെപ്പറ്റി ഒരു 2-3 ടിപ്സ് പറയാം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ വഴക്കുകളൊക്കെ ഉണ്ടാവുന്നതിന്റെ ഒരു മെയിൻ കാരണം നമ്മളുടെ ഈ വ്യത്യാസങ്ങൾ തന്നെയാണ് ഒരു റീസൺ. പക്ഷെ അതല്ലാതെ തന്നെ ഇപ്പൊ ചില ഒരു കാര്യത്തിൽ തന്നെ 2 അഭിപ്രായം വരിക, അന്നേരം ഒരു വഴക്ക് അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിൽ നമ്മള് ഈഗോ വെച്ചിട്ട് പെരുമാറരുത്. എന്റെ അഭിപ്രായം തന്നെ ഇവിടെ ജയിക്കണം, അല്ലെ ഞാനാണ് ശരി. നമ്മൾ അങ്ങനെ ആ ഒരു വഴക്കുണ്ടാവുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒന്ന് ഇടുങ്ങിപ്പോവും. ആ രണ്ടുപേരുടെയും മനസ്സ്, ആ വഴക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും മനസ്സ് ഇടുങ്ങിപ്പോവും. ഞാനാണ് ശരി, മറ്റേ ആള് തെറ്റാണ് എന്നുള്ള ഒരു അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കുള്ളൂ. നോർമലി നമ്മൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ ഒരു എഫേർട്ട് ഇടണം, നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ട് ഇടണം. ഒരു ബ്രേക്ക് എടുക്കുക. ആദ്യം ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ രണ്ടുപേരും 2 വഴിക്ക് ഒരു ബ്രേക്ക് എടുക്കുക. അത് കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ വഴക്ക് പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എടുത്തിട്ട് അത് വലുതായി പോകും. അപ്പൊ അതുകൊണ്ട് ഒരു ബ്രേക്ക് എടുക്കുക, 2 പേരും 2 വഴിക്ക് പോവാം. എന്നിട്ട് ആ പോയ വഴിയിൽ ഭർത്താവ് ഭാര്യയെ പറ്റിയും ഭാര്യ ഭർത്താവിനെ പറ്റിയും ചിന്തിക്കുക. അവരുടെ മറ്റേ ആളുടെ കാഴ്ചപ്പാട് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ ആ ആൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നേ, ആ ആളുടെ വളർന്നു വന്ന സാഹചര്യം എന്താ, ആളുടെ ചിന്താഗതി എന്താ, അങ്ങനെ ഒന്ന് മാറിയിരുന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും വഴക്കുണ്ടാകുമ്പോൾ എപ്പോഴും ഞങ്ങൾ മാറിയിരുന്ന് ഇങ്ങനെ മറ്റേ ആളെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ തിരിച്ചു വന്ന് സോറി പറയും. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ പറ്റി മാത്രം ചിന്തിച്ചാൽ ഞാനാ ശരി, ആള് പറഞ്ഞ എല്ലാം തെറ്റാന്നേ തോന്നുള്ളൂ. പക്ഷെ നമ്മൾ മറ്റേ ആളെ പറ്റി ചിന്തിക്കുമ്പോൾ ആളുടെ ശരി അതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് സോറി പറയാൻ തോന്നും. അപ്പം സോറി എന്ന് പറയുന്ന ഒരു കാര്യം ആരെങ്കിലും ജയിച്ചു തോറ്റു എന്നുള്ള ഒരു കാര്യം ആയിട്ട് എടുക്കരുത്. സോറി എന്ന് പറയുന്നത് നമുക്ക് ഈ വഴക്ക് ഇവിടെ വെച്ച് നിർത്താം, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം എന്നുള്ളതാണ് സോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരാൾ വന്ന് സോറി പറഞ്ഞാൽ അവള് തോറ്റു അല്ലെങ്കിൽ അവൻ തോറ്റു എന്ന് വിചാരിക്കരുത്. മറിച്ച് നമ്മൾ തിരിച്ചും സോറി പറയാം. ആദ്യം ആര് പറഞ്ഞാലും മറ്റേ ആളും പറയുക, 2 പേര് സോറി പറയാ, അത് ഇതാക്കുക. പിന്നെ ഒരു പ്രശ്നം വരുമ്പം ഹസ്ബൻഡ് വേഴ്സസ് ഭാര്യ എന്നുള്ള രീതിയിലായിരിക്കില്ല ഇത് ആ പ്രശ്നത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ 2 പേരും ഒരു ടീമാണ്, അല്ലാതെ നിങ്ങൾ ഓപ്പോസിറ്റ് ടീം അല്ല. അപ്പൊ നിങ്ങൾ 2 പേരും ഒരു ടീമാണ്. ആ ടീം എഗെയിൻസ്റ്റ് ദ പ്രശ്നം എന്നുള്ളതാണ്. നിങ്ങൾ ആ പ്രശ്നമായിട്ടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. അപ്പൊ പ്രശ്നത്തിന് സൊല്യൂഷൻസ് എന്താണ് എന്നതിനെ പറ്റി ആലോചിക്കുക. അപ്പൊ ഭാര്യയ്ക്കൊരു അഭിപ്രായം ഉണ്ടാവും, ഭർത്താവിനൊരു അഭിപ്രായം ഉണ്ടാവും. നിങ്ങൾ അത് ചർച്ച ചെയ്യുക, അതൊരു ഫൈറ്റ് ആക്കരുത്. അപ്പൊ ഇതോ, അപ്പൊ അതോ, മറ്റേതോ, അപ്പൊ ഇങ്ങനെയോ, അങ്ങനെ പറഞ്ഞ് ചർച്ച ചെയ്യാതെ നിങ്ങൾ തന്നെ ഒന്ന് എഴുതിയിടുവോ അല്ലെങ്കിൽ സംസാരിക്കുവോ. അപ്പൊ എന്റെ വശത്തിന് ഇന്ന അഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ ഭാര്യയുടെ വശത്തിന് ഇത്ര അഡ്വാൻറ്റേജസ്, ഭർത്താവിന്റെ വശത്തിന് ഇത്ര അഡ്വാൻറ്റേജസ് എന്നൊക്കെ ഒന്ന് കണക്ക് കൂട്ടി നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. 2 പേരും ഒന്നെങ്കിൽ 2 പേരും അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തവണ ഭർത്താവ് അഡ്ജസ്റ്റ് ചെയ്താൽ അടുത്ത തവണ ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങനെ കുറച്ചും കൂടെ മെച്യൂർഡ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. പിന്നെ പലർക്കും അറിയാത്തത് നെഗറ്റീവ് ഇമോഷൻസ് വരുന്ന സമയത്ത് ദേഷ്യം വരിക, ഭയങ്കര വെറുപ്പ്, അങ്ങനെയൊക്കെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. പലരും ഓരോന്ന് എറിഞ്ഞു പൊട്ടിക്കുക, ഒച്ചയെടുക്കുക, ഇങ്ങനെയുള്ള അതിനെ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള രീതികൾ എന്ന് പറയും. ഓരോന്ന് പൊട്ടിക്കുക, സ്വയം ഉപദ്രവിക്കുന്നവരുണ്ട് ചിലപ്പോൾ. അപ്പൊ അതൊക്കെ മോശമായിട്ടുള്ള പ്രതികരിക്കുന്ന രീതികളാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ തലയിലോട്ട് ഇതൊക്കെ വരുന്ന പല ഇൻഫ്ലുവൻസുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ മദ്യത്തിലോട്ട് അങ്ങനെ പോകുന്ന ഒരു പ്രശ്നം വന്നാൽ ഉടനെ വെള്ളം അടിക്കണം, അങ്ങനെയൊക്കെയുള്ള ഈ തോട്ട്സ് വരുന്നതൊക്കെ നമുക്ക് തെറ്റായ ചില എക്സാമ്പിൾസ് ഇതാണ്. പക്ഷെ അതൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള മെത്തേഡുകളാണെന്ന് മനസ്സിലാക്കുക. ഹെൽത്തി ആയിട്ട് നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഹെൽത്തി ആയിട്ട് എന്ന് പറയുമ്പോൾ അതൊരു എൻറ്റയർ ക്ലാസ്സിനുള്ള ഒരു ടോപ്പിക്കാണ്. എന്നാലും ഞാൻ പറയാണ്, മാറിയിരിക്കുക. ആദ്യം തന്നെ ഒരു ബ്രേക്ക് എടുക്കുക, എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുക. ഒരു പില്ലോ എടുത്ത് ഇരിക്കുന്നതാണെങ്കിൽ ഓക്കെ, പില്ലോയ്ക്ക് വേദനിക്കില്ല, നിങ്ങൾക്ക് വേദനിക്കില്ല, ഫൈൻ. നിങ്ങൾക്ക് എന്തെങ്കിലും എറിഞ്ഞു പൊട്ടിക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ അതിന് പകരം ഒരു തലയാണയെ ഇടിച്ച് പൊടിക്കുക.
അതൊരു ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓടാൻ പോവാ, നടക്കാൻ പോവാ, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണം. കാരണം നമ്മൾ ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് എനർജി കൂടും. അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് റിലീസ് ചെയ്ത് വിടുക. പിന്നെ ഇപ്പൊ ചിലര് പറയാറുണ്ട് ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യണം എന്ന്. പക്ഷെ എനിക്ക് തോന്നാറില്ല മെഡിറ്റേഷൻ വർക്ക് ആവുന്നു. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലോട്ട് മെഡിറ്റേഷൻ ചെയ്യാതിരുന്നാലും ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വരും. പക്ഷെ ഈ മെഡിറ്റേഷനേക്കാളും നല്ലൊരു മെത്തേഡായി തോന്നുന്നത് എഴുതുന്നതാണ്. കാരണം എഴുതുമ്പോൾ നമ്മുടെ കൈക്ക് ഒരു സ്പീഡുണ്ട്, നമ്മുടെ ചിന്തകൾക്ക് അതിനേക്കാൾ സ്പീഡാണ്. ചിന്തിക്കുമ്പോൾ അങ്ങ് ചിന്തിച്ചു പോകും. എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകളെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വരുന്ന ദേഷ്യവും കാര്യങ്ങളും എല്ലാം നമ്മൾ എഴുതിയിടുക. എഴുതിയിടുമ്പോൾ നമുക്ക് ക്ലാരിറ്റിയും കിട്ടും. എന്താണ് യഥാർത്ഥ പ്രശ്നം, എന്താണ് എനിക്കിപ്പോ ഇവിടെ തോന്നുന്നത്, എന്തിനാണ് ഞാൻ പരിഹരിക്കേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. അപ്പൊ അതൊക്കെയാണ് ഒരു വഴക്ക് വരുമ്പോൾ ഡീൽ ചെയ്യേണ്ട കുറച്ച് ബേസിക് ടിപ്സ് ആണ്. ഇനിയും കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി പറയാൻ. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ ഇനി സമയം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. ഡൗട്ട് മേഡം എന്തോ പറയുന്നുണ്ടെന്ന് തോന്നുന്നത്. മ്യൂട്ടാണ്. ആരോമ അമർദാസ് സാറിന്റെ ഇതായിരുന്നു, മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് അമർദ സാറിന്റെ വൈഫ് എന്തോ പറഞ്ഞ പോലെ തോന്നിയായിരുന്നു. വേറെ കാര്യം പറഞ്ഞതാ. കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കാതിരിക്കാൻ കഴിവതും ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ? ശരിയാണ്, വളരെ ശരിയാണ്. കുട്ടികൾ ഉറങ്ങി കിടക്കുമ്പോൾ പോലും അവരുടെ മുന്നിൽ നിന്ന് വഴക്കിടരുത്. കാരണം നമ്മൾ വിചാരിക്കും അവർ കാണുന്നില്ല, അവർ ഉറങ്ങുവാന്ന് വിചാരിക്കും. എന്നാൽ പോലും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് കേൾക്കുന്നുണ്ട്. അവിടെ പോയി എല്ലാം ഫീഡാവും, അവരുടെ മനസ്സിലത് കിടക്കും. ഇനി സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വളരെയേറെ